ദുരിത ജീവിതത്തിൽ കഴിയുന്ന നിരവധി പേരുണ്ട് അസമിലെ ഗ്രാമങ്ങളിൽ. നദിയിൽ നിന്നും ശേഖരിക്കുന്ന കല്ലുകൾ പൊട്ടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന യുവാക്കൾ അസമിലെ നിത്യകാഴ്ചയാണ്. അടച്ചുറപ്പുള്ള വീടോ വൈദ്യുതിയോ ഇന്നും ഇവർക്ക് അന്യമാണ്. അസമിൽ നിന്ന് തൗഫീഖ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസമിലെ മനാസ് നാഷണൽ പാർക്കിന് സമീപത്തെ ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണിത്. സമീപത്തെ നദിയിൽ നിന്നും ശേഖരിക്കുന്ന ഈ കല്ലുകൾ പൊട്ടിക്കുന്നതാണ് ഇവരുടെ വരുമാനമാർഗം. കൊടും ചൂടാണേലും രാവിലെ മുതൽ ജോലി ആരംഭിക്കും. വെയിൽ താഴാൻ കാത്തിരുന്നാൽ കുടുംബം പട്ടിണിയിലാകും. ഈ കല്ലുകൾ പൊട്ടിച്ചു കിട്ടുന്ന തുച്ഛമായ തുകയാണ് ഏക വരുമാനമാർഗം. രാജ്യത്തെ വിവിധയിടങ്ങളിൽ റോഡ് നിർമ്മാണത്തിനും മറ്റുമായാണ് ഇവ ഉപയോഗിക്കുന്നത്. भगवान से अल्लाह से कुछ मांगे तब आके दे देगा, ऐसा तो है नहीं कुछ। 330 रुपये 350 रेट देता है हम लोग को। ये फिर तोड़ फोड़ के ये फिर बहुत सारे जगह जितने भी रोड है भारत में सारे रोड में ये फैला जाता है, बिका जाता है। ये सब बिक के वो रास्ता रोड बनता है। इससे पानी पीने का ट्यूबवेल नहीं है, घर में लाइन नहीं है, तो ये सब हमारा दिक्कत नहीं है। दिक्कत तो है ये सब देना चाहिए हम लोग को। കുട്ടികൾ ഉൾപ്പെടെ 5-6 പേരുള്ള ഇവരുടെ കുടുംബം കൊല്ലങ്ങളായി ദുരിതത്തിന്റെയും പട്ടിണിയുടെയും രുചിയറിഞ്ഞവരാണ്. തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കണമെന്ന ഒറ്റാവശ്യമേ ഇവർക്കുള്ളൂ. ഈ കല്ലുകൾ പൊട്ടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആര് ഭരിച്ചാലും തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത്. അസമിലെ കൽപ്പാനിയിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.